ഇന്നത്തെ എൻ്റെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും കാലത്ത് കടയിൽ പോയി കടയിൽ നിന്ന് തുറന്ന് അവിടെ ഇരിക്കലാണ്. ഇന്ന് എൻ്റെ മോള് പറഞ്ഞേ, അവളുടെ അബാക്കസ് സ്റ്റേറ്റ് ലെവൽ എക്സാം നടന്നതിൽ റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് റാങ്ക് അവൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റോ കൊടുക്കുന്ന പരിപാടി ഇന്നാണ് നടക്കുന്നത്. അതിന് ഉപ്പ എന്നെ എൻ്റെ കൂടെ വരണം എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തുണ്ണി സാധാരണ നീ ഉമ്മാനെയും കൂട്ടിയിട്ടല്ലേ പോക്ക്, ഇതിപ്പോൾ എന്താ എന്നെ വിളിക്കണത്? അല്ല, അതൊരു സർപ്രൈസ് ഉണ്ട് ഇപ്പം, ഇപ്പം എന്നെ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒറ്റപ്പാലത്താണ്, ഇവിടെ അടുത്തല്ലേ. അപ്പം എന്തായാലും പോവാം എന്ന് വിചാരിച്ച് ഞാൻ അവളെയും കൂട്ടിയിട്ട്, വേറെ ഉണ്ണികളെയൊന്നും കൂട്ടിയൊന്നുമില്ല, സുമീനെ കടയിലും ആക്കി ഞങ്ങൾ പതുക്കെ പോയി. പോകുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, ഇപ്പം നേരം വൈകിട്ടോ, ടീച്ചർ പറഞ്ഞത് 9:30 അവിടെ എത്തണം എന്നാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒറ്റപ്പാലം എത്തുമ്പോൾ തന്നെ 10 മണിയായി. ഞാൻ അവളോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ ആ ഒരു 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ അവിടെ എത്തും, ഒറ്റപ്പാലത്ത് നിന്ന് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി അങ്ങനെ ഇരുത്തി. പക്ഷെ അവൾക്ക് സമാധാനമൊന്നുമില്ല, സമയം വൈകിയില്ലേ, 10 മണിയായില്ലേ, കുട്ടികളല്ലേ. ടീച്ചർമാർ 9:30 എത്താൻ പറഞ്ഞാൽ 9:30 തന്നെ എത്തണം എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ അവിടെ എത്തി കറക്റ്റ് ഒരു 10:10 ആകുമ്പോൾ അവിടെ എത്തി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലൊന്നും വലിയ തിരക്കൊന്നും കാണാനില്ല. എന്നാൽ ഇടത് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ അത്യാവശ്യമുണ്ട്. അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമൊന്നും ഇല്ല. എന്നിട്ട് നേരെ ഞങ്ങൾ വലത് സൈഡിലേക്ക് പോയി. വലത് സൈഡിൽ പോയപ്പോൾ അവിടെ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടികൾ കുറവാണ്, അങ്ങനെ ഒരുപാടൊന്നും എത്തിയിട്ടില്ല. പിന്നെ 10:15 ആയിട്ടുള്ളൂ. ഇത് സ്റ്റേറ്റ് ലെവലിലുള്ള പരിപാടിയല്ലേ, അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരാനുണ്ട്. ഞങ്ങളങ്ങനെ വണ്ടി അവിടെ നിർത്തി ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ നേരെ വിപരീതമായിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും കണ്ടമാനമുണ്ട്. അവരുടെ ഗസ്റ്റുകളൊക്കെ ഇത് ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. മൂപ്പര് പേരൊന്നും എനിക്കറിയില്ല, ഒരു അബാക്കസിൻ്റെ ഇതിലുള്ള എന്തൊക്കെയോ സാറുമാരാണ്. അപ്പോൾ സ്റ്റേജിലൊന്നും ഗസ്റ്റുകളൊന്നും ഇരുന്ന് തുടങ്ങിയിട്ടില്ല, ഓരോരുത്തർ ഇപ്പം എത്തിയിട്ടുള്ളൂ. പിന്നെ ഏതോ സെലിബ്രിറ്റി ഒക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട്. അതാണ് ഇപ്പം എനിക്ക് തരാനുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞത്. ആ ബിഗ് ബോസിലെ ഷിയാസ് കരീമോ ആരാണ്ട് വരുന്നത്, അതെ വന്നൂല മൂപ്പര്. ഞാൻ സാധാരണ ടി വിയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ. എന്തായാലും പരിപാടി ചെറിയ പരിപാടിയൊന്നുമല്ല, നല്ല അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി കേട്ടോ. അതാ രജുവാക്ക് അങ്ങനെ, അതാ ഷിയാസ് കരീമാണ് മൊമെൻറ്റോ കൊടുക്കുന്നത്. എന്തൊക്കെയോ പറയണ്ട അവളുടെ അടുത്ത്. അത് കിട്ടിയപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ ആ സന്തോഷം എന്നെ ഒന്ന് കാണിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു മനസ്സമാനം കിട്ടില്ല. അങ്ങനെ നോക്കണ്ടേ, ഞാനാണെങ്കിൽ സ്റ്റേജിൻ്റെ കുറച്ച് ബാക്കിലേക്ക് മാറിയിരിക്കണത്. സന്തോഷമായോ? ഹൈ, എന്തായാലും രണ്ടുപേർക്കും സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും ലൈമോ കാര്യങ്ങളോ എന്തായാലും കുടിച്ച് അതൊക്കെ വീട്ടിലേക്ക് പോവുക.